രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകുന്നു ബിജെപിയുടെ. ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു. പക്ഷെ ഇന്നലെ തന്നെ എല്ലാ ചാനലുകളിലും അത് വന്നതിന് ശേഷം പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ കുമ്മനം രാജശേഖരൻ ആ വിമർശനത്തിനെതിരെ ഒരു ഒരാള് ഒരു ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെയുള്ള ഒരു സ്ഥാപനം നടത്തുന്നു. ബി സക്സസ്ഫുൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ വിജയിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പാർട്ടിയിൽ വളരെ വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരുമായും പാർട്ടിയുടെ ആശയാദർശങ്ങളുമായും അങ്ങേയറ്റം ഇഴുകിച്ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചാണ് MP ആയിരുന്നിട്ടുണ്ട്, കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഒരു പാർട്ടി പ്രസിഡന്റ് ഒരാളെ ആക്കാൻ പറ്റുള്ളൂ. പാർട്ടിയിൽ ജനാധിപത്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ പലരും അതിനോട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂടി യോജിച്ച് ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ശക്തിയാണ് തെളിയിക്കുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ അധ്വാനിച്ച് ഓരോരോ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വ്യവസായ രംഗത്ത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് തീവ്രവാദവുമില്ല, മിതവാദവുമില്ല, ഒറ്റവാദമേ ഉള്ളൂ. അത് ദേശീയവാദമാണ്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീകാന്ത്, ഇന്ന് സംസ്ഥാന കൌൺസിൽ യോഗം ചേർന്ന ശേഷമാണല്ലോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. എപ്പോഴാണ് കൌൺസിൽ യോഗം നടക്കുക? അതിനിടയിൽ ചില വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുതലാളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനെതിരെ കുമ്മനം രാജശേഖരന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ് ബിജെപിയിൽ നടക്കുന്നത്? ഇന്ന് 11 മണിക്ക് ഹോട്ടൽ ഉദയ പാലസിൽ വെച്ചിട്ടാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഇതിനോടകം തന്നെ ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെയാണ് എത്തിയത്. ഇന്ന് സംസ്ഥാന കൗൺസിലിൽ പങ്കെടുക്കേണ്ട മുഴുവൻ നേതാക്കളും, കുറേയധികം പേർ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഇന്നുകൂടി എത്തും. അവിടെ വെച്ചായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുന്നത്. കെ സുരേന്ദ്രൻ, ഈ പദവി ഒഴിയുന്ന അധ്യക്ഷൻ, സംസാരിക്കും. തുടർന്ന് പുതുതായി പദവി ഏറ്റെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പ്രസംഗം അവിടെ ഉണ്ടാകും. ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗം അവിടെ ഉണ്ടാവുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് BJPയെ സംബന്ധിച്ചിടത്തോളം അവരൊരു മുഖം മിനുക്കി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രതീതി നൽകുന്നതാണ്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കൊണ്ട് മാത്രം കേരളത്തിൽ വേരോടില്ല എന്ന തിരിച്ചറിവ് BJPക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഒപ്പം വികസനം കൂടി അതോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതിച്ഛായ അത്തരത്തിലുള്ള ഒരെണ്ണമാണ്. എന്തായാലും അദ്ദേഹം പുതുതായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും വേഗത്തിൽ തന്നെ ഒരു സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടനയുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതും. അതിൽ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ് പദവികളിലേക്കൊക്കെ തന്നെ പുതിയ ആളുകളും ഇടം പിടിക്കും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ജൂണിൽ RSSന്റെ പ്രാന്തീയ കാര്യകാരി ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഒരു സംഘടനാ സെക്രട്ടറിയെ കൂടി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ സുഗമമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും. അത്യന്തം പ്രൊഫഷണൽ കൂടിയാണ് അദ്ദേഹം എന്നും BJP വ്യക്തമാക്കുന്നു. അതേസമയം അദ്ദേഹത്തെ ചുമതലയേറ്റതിന് പിന്നാലെ മുതലാളി എന്നതടക്കം വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങളൊക്കെ വന്നു. അതിനെതിരെ കുമ്മനം രാജശേഖരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരാൾ തൻ്റെ കഴിവ്, വ്യാവസായിക രംഗത്ത് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നത്, അധ്വാനിച്ച് ജീവിക്കുന്നത്, അത് മുതലാളി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്തിന്? അത് അദ്ദേഹത്തിൻ്റെ തെറ്റാണോ അങ്ങനെ വിജയിയായി മാറിയത് എന്നാണ് BJP ചോദിക്കുന്നത്. ന്യായമായും അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. എന്തായാലും തുടർ ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം.